സാഹസികനായ ഒരു മാധ്യമപ്രവർത്തകനും വളരെ ആധുനികനായ എഴുത്തുകാരനുമായിരുന്നു ശ്രീ JKV. മറ്റു തരത്തിൽ പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ രചനകൾ കാലത്തിന് വളരെ മുമ്പേ സഞ്ചരിച്ചവയാണ്. അദ്ദേഹത്തെ നേരിൽ കാണാനും പരിചയപ്പെടാനും എനിക്ക് അവസരമുണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മകനും എഴുത്തുകാരനുമായ ശ്രീ സന്തോഷ് JKVയുമായിട്ടുള്ള സൗഹൃദം കൊണ്ടാണ് എനിക്ക് അദ്ദേഹത്തിലെത്താൻ കഴിഞ്ഞത്. വളരെ അത്ഭുതത്തോടെ ഞാൻ അദ്ദേഹത്തെ നോക്കിക്കണ്ടിട്ടുണ്ട്. ഒരു റബലിന്റെ ഭാവമാണ് എപ്പോഴും. ആ റബലിന്റെ വൈകാരികമായിട്ടുള്ള ബുദ്ധിപരമായിട്ടുള്ള പ്രതിഫലനം രചനകളിലുമുണ്ട്. അതുകൊണ്ടാണല്ലോ ആദ്യകാലത്തെ അദ്ദേഹത്തിന്റെ മിക്ക രചനകളും മാതൃഭൂമിയിലാണ് പ്രസിദ്ധീകരിച്ചത്. ശ്രീ MT വാസുദേവൻ നായരോട്ടുള്ള അദ്ദേഹത്തിന്റെ സൗഹൃദവും വളരെ പ്രസിദ്ധമാണ്. ബൗദ്ധിക തലത്തിൽ തന്റെ സമകാലിനേക്കാൾ വളരെ മുന്നിലായിരുന്നു ശ്രീ JKV. എന്നാൽ പുതിയ കാലഘട്ടത്തിൽ ശ്രീ JKV വേണ്ടത്ര വിലയിരുത്തപ്പെടുന്നുണ്ടോ എന്നുള്ള ചോദ്യം സ്വയം വിലയിരുത്തലിന് വിധേയമാകേണ്ടതാണ്. പലപ്പോഴും അങ്ങനെ സംഭവിക്കാറില്ല. നമ്മുടെ ഉത്തരവാദിത്വം ശ്രീ JKVയെ പുതിയ കാലഘട്ടത്തിലേക്ക് കൂടുതൽ പരിചയപ്പെടുത്തണമെന്നും അദ്ദേഹത്തിന്റെ കൃതികൾ വിലയിരുത്തണമെന്നുമാണ്. അങ്ങനെ ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. EM കോവൂർ, പാറപ്പുറത്ത് തുടങ്ങിയ മറ്റെഴുത്തുകാർ പുതിയ കാലഘട്ടത്തിൽ അവഗണിക്കപ്പെടുകയോ പാർശ്വവൽക്കരിക്കപ്പെടുകയോ ചെയ്യുന്നത് നാം കാണാറുണ്ട്. അത്തരം ഒരു ഗതിയിലേക്ക് ശ്രീ JKV പോകരുത് എന്ന് ഞാൻ വ്യക്തിപരമായിട്ട് ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ തലകുനിക്കുന്നു. വായനയുടെ ഏതോ ഘട്ടം തൊട്ട് ഞാൻ വളരെ താല്പര്യത്തോടെ പിന്തുടർന്ന എഴുത്തുകാരനാണ് JKV. തൻ്റെ കാലത്ത് വളരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കൃതികളിലൂടെ വായനക്കാരെ വിസ്മയിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഒരു പ്രകൃഷ്ട രചന ധ്യാനത്തിൻ്റെ അരുവിയിൽ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ വന്നത് എനിക്ക് ഓർമ്മയുണ്ട്. ഞാനതൊന്ന് വായിച്ചിരുന്നു. അതിനൊരു നിഗൂഢ സൗന്ദര്യം ഉണ്ടായിരുന്നു. പത്രപ്രവർത്തനവും സാമൂഹിക പ്രവർത്തനവും ഒക്കെ ചെയ്യുന്നതിനിടയിലാണ് JKV തൻ്റെ കൽപ്പിത കഥകൾ, ഫിക്ഷൻ രചിച്ചത്. ആ കാലത്തിനൊരു സവിശേഷതയുണ്ടായിരുന്നു. അന്ന് നമ്മുടെ ഭാഷയിൽ ഏറ്റവും പ്രമുഖരായിട്ടുള്ള എല്ലാ എഴുത്തുകാരും നിരന്തരമായിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്ന കാലമായിരുന്നു. എന്നിട്ടും അവർക്കിടയിൽ തൻ്റേതായിട്ടുള്ള ഒരു ഇടം കണ്ടെത്താൻ JKVക്ക് കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഫിക്ഷൻ മറ്റുള്ളവരുടേതിൽ നിന്നും വളരെ വ്യത്യസ്തവും ഭാഷയിൽ അതിസൂക്ഷ്മത പുലർത്തുന്നതും ആയിരുന്നു. അതിൻ്റെ ഒപ്പം തന്നെ അദ്ദേഹം മറ്റു ചില രചനകളും നിർവഹിച്ചു. അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു വിഷയം പാറേമക്കൽ തോമാക്കത്തനാരുടെ വർത്തമാന പുസ്തകത്തിന് നിർവഹിച്ച വളരെ പ്രൗഢമായിട്ടുള്ള ഒരു പഠനമാണ്. അത് നമ്മുടെ ഭാഷയെ സംബന്ധിച്ച് ഒരു വലിയ സേവനമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഇതോടുകൂടി കേരളത്തിൽ നിന്നും മറുനാടുകളിലേക്കുള്ള കുടിയേറ്റത്തെക്കുറിച്ചും ആ കുടിയേറ്റം കേരളത്തിൻ്റെ ഈ സാമ്പത്തിക അവസ്ഥയിൽ ഉണ്ടാക്കിയിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ചൊക്കെയുള്ള പ്രൗഢങ്ങളായിട്ടുള്ള 2 കൃതികൾ അദ്ദേഹം ഇംഗ്ലീഷിൽ എഴുതി. മറ്റു പല കൃതികളും അദ്ദേഹം എഴുതിക്കൊണ്ടേയിരുന്നു. നിരന്തരമായിട്ട് അദ്ദേഹം ഈ സാഹിതീയ സപര്യ നിർവഹിച്ച ഒരാളാണ്. ഒപ്പം തന്നെ സമൂഹത്തെ വളരെ സൂക്ഷ്മമായിട്ട് നോക്കുകയും വിലയിരുത്തുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ കൃതികളും ഭാഷക്കായിട്ട് അദ്ദേഹം നിർവഹിച്ച സേവനവും എക്കാലവും ഓർമ്മിക്കപ്പെടേണ്ടതാണ് എന്ന് ഞാൻ കരുതുന്നു.